അപ്പോൾ അത് ഇന്നൊന്നും കിട്ടാഞ്ഞിട്ട് അമ്മയുടെ സാരി ആയിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു സാരിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ സൈഡിലെ ബോർഡർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിത് ആ ബോർഡർ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കട്ട് ചെയ്യല്ല കീറി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ യോക്കിന് വേണ്ടിയിട്ട് നമ്മൾ യോക്കിൽ നെക്കിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ആ പീസ് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനത് തയ്ക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഷോൾഡറും ആം ഹോളും 6.5 ഇഞ്ച് വീതമാണ് കൊടുത്തേക്കണത്. അത്യാവശ്യം വൈഡ് നെക്കായതുകൊണ്ട് തന്നെ ഞാൻ ആ മുകൾ ഭാഗത്ത് മാത്രം ഒരു 6.25 മാറ്റുകയെ, അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അത് ഒരു 10.5 ഇഞ്ച് വണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ഒരു 14 ഇഞ്ചാണ് കേട്ടോ ഈ യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തേക്കണത്. അതിന് ശേഷം നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ കർവും കൂടി വരച്ചു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും 2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, പക്ഷേ ഞാൻ അത്യാവശ്യം തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ്, അതുകൊണ്ടാണ് കേട്ടോ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെട്ടി മാറ്റുവേ. അപ്പോൾ ഇത് ആം ഹോൾ കർവ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം നമ്മളൊന്ന് കുഴിച്ചും കൂടി കൊടുക്കുവേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഒരു 24 പാനൽ വരുത്താമെന്നാണ് ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഞാൻ ഇതുപോലെ എനിക്ക് വേണ്ടുന്ന ലെങ്ത്തിൽ മടക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ പാനൽ കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു 6.5 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് നമുക്ക് 2 ഇഞ്ചും താഴേക്ക് 6.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെട്ടി മാറ്റിയേക്കണത്. ഇതുപോലെ നമുക്ക് 24 പാനൽ വരുത്താമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇടാവേ.